ജീവിതത്തിൽ നന്മകൾ സംഭവിക്കാൻ വേണ്ടി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ മുൻകൂട്ടി നന്ദി പറയുന്നത് ആ പ്രാർത്ഥന ഫലിക്കാനുള്ള സാധ്യത പല മടങ്ങായി വർദ്ധിപ്പിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഈ പ്രപഞ്ചശക്തി അത് നമുക്കായി ഒരുക്കുന്നുണ്ട്. ഇപ്പോ നമുക്കത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ കൂടിയും അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതൊന്ന് വിശ്വസിക്കാൻ പറ്റിയാൽ അദൃശ്യമായത് ദൃശ്യമാകും, കാണാൻ കഴിയാത്തത് കാണാൻ കഴിയുന്ന ഒന്നായി മാറും. പക്ഷേ ആ വിശ്വാസം എങ്ങനെ പ്രകടിപ്പിക്കും? അതിനാണ് നമ്മൾ നന്ദി പറയുന്നത്. സാധാരണ നമ്മളൊരു കാര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷമല്ലേ സന്തോഷവും നന്ദിയൊക്കെ പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ അദൃശ്യമാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച കാര്യം പ്രപഞ്ചശക്തി നമുക്കായി ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. പിന്നെന്താ നന്ദി പറഞ്ഞാല്? ഇതായിരിക്കണം മനോഭാവം. അതാണ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു യാചകനെ പോലെ അല്ല പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് ഒരു ഉടമസ്ഥനെ പോലെ ആകണം എന്ന് പറയുന്നത്. യാചകൻ യാചിക്കുമ്പോൾ അയാൾ ഭാഗ്യത്തെയാണ് ആശ്രയിക്കുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തൊരു കാര്യം ആരെങ്കിലും കനിഞ്ഞാൽ എനിക്ക് കിട്ടും എന്നാണ് അയാളുടെ ആ സമയത്തെ ചിന്ത. ആ ഒരു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു കാര്യം പ്രപഞ്ചം കനിഞ്ഞാൽ അതുണ്ടാക്കി നമുക്ക് തരണം. അവിടെ ഇല്ലായ്മയാണ് മനസ്സിലുള്ളത്. ആ ഒരു ഇല്ലായ്മ തന്നെ തുടരാനായിരിക്കും ഉപബോധ മനസ്സ് ശ്രമിക്കുക. എന്നാൽ ഒരു ഉടമസ്ഥനെ പോലെ പ്രാർത്ഥിക്കുമ്പോൾ ഞാനത് മനസ്സിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ, ഞാനതിന്റെ ഉടമസ്ഥനായി എന്ന് കരുതിക്കൊണ്ട് സന്തോഷത്തോടെ അതിന് നന്ദി പറയും. എന്നിട്ട് അതിന്റെ ഓണർഷിപ്പ് എടുക്കും. അതാണ് വ്യത്യാസം. മനോഭാവത്തിലുണ്ടാകുന്ന ഈ ഒരു വ്യത്യാസം വലിയ റിസൾട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം മുൻകൂട്ടി നന്ദി പറയുന്നത് വിശ്വാസത്തിന്റെ തെളിവാണ്. ഇതെന്റേതാണ്, ഞാനിത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് അകം ലോകത്തിന് നൽകുന്ന സിഗ്നലാണ്. നിങ്ങൾ അകം ലോകത്ത് സ്വീകരിക്കുന്നതെന്തോ അതാണ് ഈ ജീവിതമെന്ന കണ്ണാടിയിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി, നിങ്ങളുടെ മാനിഫെസ്റ്റേഷനായി ലഭിക്കുന്നതെന്ന് എപ്പോഴും ഓർക്കുക. താങ്ക് യു.